ഹേ ഗൈസ്, ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയി. ശേഷം രാവിലെ ചായയോടെയും കഴിഞ്ഞപ്പോൾ ഇഡലിയും സാമ്പാറും കഴിക്കുകയാണ്. ശേഷം ഞാനും അച്ഛനും വണ്ടി എടുത്ത് നേരെ ഇപ്പം പോകുന്നത് കടയിലോട്ടാണ്. ഇപ്പോൾ അങ്ങനെ കടയിലൊക്കെ വന്ന ആവശ്യത്തിന് സാധനം എടുത്ത് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് ഇപ്പം വരുന്ന വഴിക്ക് മീൻ കട കണ്ട് അപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടി കയറുക. അങ്ങനെ മീനും മേടിച്ചിപ്പോൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ശേഷം വീട്ടിലൊക്കെ വന്ന് ഇപ്പം മീനൊക്കെ വെട്ടി ഇപ്പം അമ്മ മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കറി വെക്കുന്ന ഇടയ്ക്ക് പുറത്തോട്ട് നോക്കിയാൽ പുറത്ത് നല്ല തകർത്ത മഴ പെയ്യും. അതിനുശേഷം ഇപ്പം അമ്മ മീൻ കറി എല്ലാം വെച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിയുമ്പോൾ ടി വി വെച്ച് നോക്കുമ്പോൾ ടി വിക്കകത്ത് മീശവാൻ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നപ്പോൾ അത് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം അമ്മ വൈകിട്ടത്തേക്കിനുള്ള പരിപ്പുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പരിപ്പുവട ഉണ്ടാക്കിയപ്പോൾ ഞാൻ പരിപ്പുവടയും ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പം 8 ഇതായൊക്കെയാണ്. ഉച്ചക്കത്തെ മഴയ്ക്ക് യാതൊരു മാറ്റമില്ല. മഴയായതുകൊണ്ട് പുറത്ത് പോയി ചായ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം അമ്മ ഒരു കട്ടൻ ചായ ഇട്ട് എന്ന് പറഞ്ഞ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കഴിയുമ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മാഗി ഉണ്ടാക്കി തന്നേക്കുകയാണ്. ഇപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അച്ഛനും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം റൂം വൃത്തിയാക്കിയോ 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് കിട്ടുക. ഇപ്പം അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലത്തുമ്പിളിൽ വിരിയുന്ന മഴയുടെ സംഗീതം പോലെ വിശുദ്ധമാണ് ഹൃദയ തന്ത്രകളിൽ നിന്ന് ഉയരുന്ന സൗഹൃദത്തിന്റെ സംഗീതം. ഇതൊക്കെ കാണുമ്പോൾ പഴയ കൂട്ടുകാരും പഴയ ഓർമ്മകളുമാണ് മനസ്സിലോട്ട് ഓടി. ഇപ്പോൾ അങ്ങനെ ഓട്ടോഗ്രാഫ് വായിച്ചിരുന്നത് സമയം പോയത് അറിഞ്ഞില്ല. ഉറക്കം വരുന്നത് കൊണ്ട് സമയം പോകുന്ന നോക്കുമ്പോൾ സമയം ഇപ്പം 11:15 അയക്കുകയാണ്. ശേഷം ഞാൻ പോയി എൻ്റെ ബെഡ്ഷീറ്റൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ ലൈറ്റ് ഓഫായി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ഓക്കെ, ബൈ.